ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ഫ്രിഡ്ജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ടാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഇത് നമ്മൾ മൊത്തം പൊളിച്ച് വെച്ചതായിരുന്നു. ആ പൊളിച്ച് വെച്ച് നമ്മൾ മുമ്പ് ഒരു എ സി ഉണ്ടാക്കേണ്ട എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ടാണ് നിങ്ങളെ ഇതിൻ്റെ മൊത്തം എങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുള്ള വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫ്രിഡ്ജിന് ഫസ്റ്റ് മെയിനായിട്ട് വരുന്നത് നമ്മൾ കംപ്രസറാണ്. അതേപോലെ തന്നെ കണ്ടൻസർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതാണ് എക്സ്പാൻഷൻ വാൽവ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ്. ഇതാണ് ഇവാപ്പറേറ്റർ. ഇവിടെയാണ് തണുപ്പ് വരുന്നത്. അതേപോലെ ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്നതാണ് ഈ ഒരു കംപ്രസർ. അതേപോലെ കണ്ടൻസർ, അതേപോലെ തന്നെ എക്സ്പാൻഷൻ വാൽവ്, ഇതിൽ നിന്ന് കയറി നമ്മുടെ ഇവാപ്പറേറ്റർ. ഇത് മൊത്തത്തിലൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു ലീക്ക് വന്നു കഴിഞ്ഞാലുള്ള ഗ്യാസ് ലീക്കും. അതേപോലെ ഇതിൽ നമുക്ക് ഗ്യാസ് ഉണ്ട്. അതിന് പുറമെ ഇതിന് കൂളിങ്ങിന് വേണ്ടി ഇതിൽ ഓയിലും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ ഇത് മൊത്തം പാക്കിംഗ് ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കോപ്പർ വൈൻഡിങ് ഒക്കെ ഉള്ള ഒരു ഇൻഡക്ഷൻ മോട്ടറാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് പിസ്റ്റൺ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ പിസ്റ്റൺ നമ്മളെ എയറിനെ കംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്കൊരു പൈപ്പൊക്കെ വെച്ചിട്ട് നമ്മളെ സൈക്കിൾ പമ്പായിട്ട് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഫ്രിഡ്ജൊക്കെ നമ്മൾ ദൂര സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ ചരിഞ്ഞിക്കാണെങ്കിൽ നമുക്ക് ഒരു ദിവസമൊക്കെ വെക്കാൻ പറയുന്നത്. കാരണം ഇതിലെ ഓയിലൊന്ന് നേരെ നിൽക്കാണ്ടിട്ട് പൈപ്പിലൊക്കെ കയറി കിടക്കുന്നത് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ എത്ര തണുപ്പിനനുസരിച്ച് നമ്മളെ ഈ ഒരു കംപ്രസറിനെ കട്ടാക്കാൻ വേണ്ടി തെർമോസ്റ്റാറ്റ് എന്നൊരു സംഭവം അവിടെ വരുന്നുണ്ട്. അതിൻ്റെ വയറിങ് നമ്മുടെ ഈ ഒരു കംപ്രസറിൻ്റെ കണക്ഷനായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കംപ്രസറിൽ ഓവർ കറണ്ട് വരികയാണെങ്കിൽ ഒരു കട്ടാവാനുള്ള ഒരു പാട്ടും പാടുണ്ട്. അപ്പോൾ ഒരു ഓവർ കറണ്ട് വരുമ്പോൾ കട്ടാവുന്ന ഒരു പാർട്സ് ഇതാണ്. ഇതിലാണ് അത് കട്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഹീറ്റാകുന്ന സമയത്ത് ഇത് വളഞ്ഞിട്ട് കോണ്ടാക്റ്റ് ഒഴിവാകുകയാണ് ചെയ്യുക. അപ്പോൾ സമയത്ത് ഈ ഒരു കംപ്രസറിലേക്കുള്ള കണക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഹീറ്റ് ഇത് താനെ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഓട്ടോമാറ്റിക് ഓൺ ആവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വരുന്ന തെർമോസ്റ്റാറ്റ് നമുക്ക് എത്ര തണുപ്പാണ് നമ്മൾ ഇതിൽ റെഗുലേറ്റർ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ആ തണുപ്പിൽ ആയിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ക്ലോസ് ആയിട്ട് നമ്മുടെ ഇതിലേക്കുള്ള കണക്ഷൻ ക്ലോസ് ആക്കും. ഇതിലും സീരിയസ് ആയിട്ടുണ്ടാവുക. പിന്നെ ഇതിലെ മെയിൻ പ്രവർത്തനം നമ്മളെ ഈ ഒരു കംപ്രസറാണ് ഈ ഇതിലെ റെഫ്രിജറൻറ്റിനെ ഈ റെഫ്രിജറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂടിനെ അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് പുറന്തള്ളുക എന്നുള്ള പ്രത്യേകതയാണ്. ഇതിലെ R22 ആണ് ആദ്യം വരുന്ന. അതിലൊക്കെ ഇപ്പോഴത്തെ മോഡലിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഗ്യാസിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള ഈ ഒരു പഴയ മോഡലാണ് ഇത്. ഇതിലൊക്കെ R22 ആണ് വരുന്നത്. ഈ R20 അപ്പോൾ ഇതിൽ ഫസ്റ്റ് നടക്കുന്നത് നമ്മളൊരു കംപ്രസർ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഇവാപ്പറേറ്ററിലുള്ള ചൂടിനെ ആഗിരണം ചെയ്തിട്ട്, അപ്പോൾ ഇത് ആഗിരണം ചെയ്ത് പുറത്ത് പോകുക പറഞ്ഞാൽ ഇത് വാതക രൂപത്തിലാണ് പോവുക. അതേപോലെ ചൂടും കുറവായിരിക്കും, പ്രഷറും കുറവായിരിക്കും. ഈ കംപ്രസറിൽ എത്തിക്കഴിഞ്ഞാൽ വലിക്കുന്ന സമയത്ത് ഇതിലെത്തിക്കഴിഞ്ഞാൽ ഈ കംപ്രസറിൻ്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഈ ഒരു ഇതിനെ വാതകത്തെ ഹൈ പ്രഷറാക്കിയിട്ട്, അതേപോലെ തന്നെ ഈ പ്രഷർ ആക്കുന്ന സമയത്ത് എന്താവും, നമ്മുടെ സൈക്കിൾ പമ്പൊക്കെ കാറ്റടിക്കുന്ന സമയത്ത് ആ കാറ്റിനൊരു ചൂട് വരും. അതേപോലെ തന്നെ ഈ ഒരു വാതകം ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഈ ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് അതിനെ ഈ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. ഈ കണ്ടൻസറിലേക്കാണ് പിന്നെ പോവുക. നമ്മളെ ഈ ഒരു കംപ്രസറിന് കണ്ടൻസറിലേക്ക് പോകും. കണ്ടൻസർ വഴി നമുക്ക് ഈ ഒരു ഫണൽ വഴി ഇതിൽ കൂടെ കറങ്ങി വരുന്ന സമയത്ത് ഈ സൈഡിൽ കാണാൻ ഈ കമ്പി താഴോട്ട് കൊടുത്തിരിക്കുന്നത്. അതും അതേപോലെ തന്നെ നമ്മൾ അടുക്കള ഭാഗത്തൊക്കെയാണ് ഫ്രിഡ്ജ് വെച്ചതെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇതെന്താവും, തണുക്കും. ഈ ചൂടുള്ള വാതകം തണുക്കുന്ന സമയത്ത് എന്താവും, ഇത് ദ്രാവകമായി മാറാൻ തുടങ്ങും. ഇപ്പോൾ ഇതൊരു ദ്രാവകമായി തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വരുന്നത് ഈ ഒരു നമുക്ക് എക്സ്പാൻഷൻ വാൽവിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ വാൽവ് നിങ്ങൾക്ക് ഇവിടെ വായുഭാഗം കൂടുതലും അതേപോലെ തന്നെ ഇതിൻ്റെ അറ്റഭാഗം ചെറുതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് തണുക്കില്ല. അതേപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് തന്നെ ഈ എക്സ്പാൻഷൻ വാൽവ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ ദ്രാവകമായി മാറി. അപ്പോൾ ഈ ദ്രാവകമായി മാറിയതിനെ മാറാത്തതൊക്കെ ഇവിടെ കുറച്ചുണ്ടാവും. അപ്പം മാറിയതിനെ നമുക്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് എക്സ്പാൻഷനിലേക്ക് കടന്നു വരുമ്പോഴേക്കും അത് ദ്രാവക രൂപത്തിൽ നിന്ന് വാതക രൂപത്തിലേക്ക് മാറും. അങ്ങനെ ദ്രാവക രൂപത്തിലുള്ള റെഫ്രിജറൻറ്റ് വീണ്ടും വാതക രൂപത്തിലാവും. ആ സമയത്ത് അവിടെ ഒരു തണുപ്പ് അനുഭവപ്പെടുകയും ആ തണുപ്പ് അനുഭവപ്പെടുക പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു വാഷ്പീകരണമാണ് നടക്കുന്നത്. വാഷ്പീകരണം നടക്കുക പറഞ്ഞാൽ ആ ഒരു ചുറ്റിലുള്ള, അതായത് ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗത്തുള്ള ആ ചൂടിനെ ഇത് ആഗിരണം ചെയ്യും. അതായത് നമ്മുടെ ഈ ഒരു റെഫ്രിജറൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാതകമാകാനും ദ്രാവകമാകാനും കഴിയുള്ള പ്രത്യേകതയാണ് റെഫ്രിജറൻറ്റ്. അപ്പോൾ ആ ഒരു റെഫ്രിജറൻറ്റ് നമ്മളെ ഒരു ചൂടിനെ ആഗിരണം ചെയ്തിട്ട് നമ്മളെ കംപ്രസറിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കംപ്രസറിലേക്ക് വിടുന്ന സമയത്ത് ഈ ഒരു വാതകത്തിന് ലോ പ്രഷറും ആയിരിക്കും, അതേപോലെ തന്നെ ചൂടും കുറവായിരിക്കും. അങ്ങനെ ഈ ഒരു റീസൈക്ലിംഗ് നടന്നാണ് നമ്മുടെ ഇത് ഐസായി മാറും. അങ്ങനെയാണ് ഈ ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കംപ്രസറൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടൻസറിൽ നമ്മൾ ഏകദേശം ചെറിയൊരു ചൂടൊക്കെ വരുന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവാപ്പറേറ്ററിൽ തണുപ്പ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ.
നമ്മൾ ഇതിനുള്ള മീറ്ററൊക്കെ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അത് തന്നെ നമ്മളെ കണ്ടൻസറിലെ ചൂടൊന്ന് ചെക്ക് ചെയ്യാം. അതായത് നമ്മുടെ ഈ ഒരു മീറ്ററിൽ നമുക്ക് ഈ ഇൻറ്റേർണൽ, അതായത് നമ്മുടെ ഉള്ളിലെ ടെമ്പറേച്ചർ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ 2 സെൻസർ വരുന്നതാണ്. അപ്പോൾ ഔട്ട്പുട്ട് കാണാൻ നമുക്ക് 35.4, ഇപ്പോൾ ഇന്ന് മുകൾ ഭാഗത്തായി കാണാം 31.6. അപ്പോൾ നമ്മുടെ ഈ നോർമൽ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറാണ്. ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് 37 നമ്മുടെ കണ്ടൻസറിലെ ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ നോർമലിനേക്കാൾ ഏകദേശം 5 ഡിഗ്രി 6 ഡിഗ്രി ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇവാപ്പറേറ്ററിലെ ഇതൊന്ന് നോക്കാം. അപ്പോൾ ഇവാപ്പറേറ്ററിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടൻസറിൽ വെച്ച ചൂട് സെൻസർ സെൻസ് ചെയ്ത ചെറിയൊരു ചൂടുണ്ടാവും. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മുടെ കറക്റ്റ് സെൻസിങ് എടുക്കുള്ളൂ. അപ്പോൾ കാണിക്കുന്നത് നമുക്ക് കാണാം 24 ഡിഗ്രി. അപ്പോൾ 24 ഡിഗ്രി നമ്മളെ ഈ ഒരു ഫ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് ഫുൾ അടച്ചുറപ്പിലാണെങ്കിൽ നമുക്ക് ഫുൾ ഐസാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു റൂം ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോർ തുറന്നിടുന്ന അതേ അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലൊന്നും ഒരു ക്ലോസഡ് ആവാത്ത സമയത്ത് ഇവാപ്പറേറ്ററിൻ്റെ ഒരു ഭാഗം മാത്രം പുറത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് പെട്ടെന്ന് തണുപ്പാവില്ല. അപ്പോൾ നമ്മളൊരു ഐസ് ബോക്സിലൊക്കെ വെക്കുകയാണെങ്കിൽ, തെർമോക്കോളിൻ്റെ ബോക്സിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തണുക്കും. ഇപ്പോൾ ഒരു ഇവാപ്പറേറ്ററിൽ നിങ്ങൾക്ക് കാണാം ഫുള്ള് കട്ടിങ്ങിൽ ഒരു കുറേ വല പോലെ റൗണ്ടായിട്ട്, അത് ഫുള്ള് അതിലുള്ള കോപ്പറിൻ്റെ, അതായത് ഈ ഒരു പൈപ്പിൻ്റെ റണ്ണിങ് ആണ്. അതാണ് ആ ഒരു ഇതിൽ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് റണ്ണിങ് ചെയ്യുന്നത്. ഈ ചാല് പോലെ നിങ്ങൾക്ക് കാണാം കട്ടിങ്, കുറേ കട്ടിങ് അത് ഫുള്ള് പൈപ്പ് ഇങ്ങനെ റിങ്ങായിട്ട് പോകുന്നതാണ്. അപ്പോൾ അതാണ് ആ ഒരു ഇതിൽ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിങ് റൗണ്ട് ചെയ്യുക. ആ സമയത്താണ് നമ്മുടെ അവിടെ ബാഷ്പീകരണം നടക്കുകയും ആ ബാഷ്പീകരണം നടക്കുന്ന സമയത്ത് ആ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗത്തുള്ള ചൂടിനെ വലിച്ചിട്ട് ആ കോയിൽ തണുക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കോയിലേക്ക് ചൂട് ആഗിരണം ചെയ്തിട്ട് നമുക്ക് കംപ്രസറിലേക്ക് വീണ്ടും വിട്ടിട്ട് ഇതേപോലെ തന്നെ കംപ്രസ് ചെയ്തിട്ട് വീണ്ടും പുറത്തേക്ക് തള്ളി, അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവാപ്പറേറ്ററിൽ ശ്രദ്ധിച്ചാൽ കാണാം നമുക്ക് ഇവിടെ നീരാവി ആവുന്നത് ഇവിടെ ശരിക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അറിയാം ആ ഒരു നീരാവിയെ നമ്മൾ വെള്ളമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ ഒരു ഇതിനെ ഇവാപ്പറേറ്റർ മുഖാന്തരം നമുക്ക് ഈ ഫ്രിഡ്ജിൽ തണുപ്പ് വരാൻ കാരണം. അപ്പോൾ അവിടെ ഒരു ബാഷ്പീകരണം നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ തണുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സ്പിരിറ്റൊക്കെ നമ്മളെ കയ്യിലേക്ക് കുറച്ചാക്കി കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. അതുപോലെ സ്പ്രേയിലൊക്കെ ഉള്ള ആ ഒരു ഗ്യാസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു നമ്മുടെ ചൂട് ആഗിരണം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതേ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സി യു.